വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു മാസം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലും തയ്യാറാക്കാം. ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പെർഫെക്റ്റായ ഒരു പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് റമ്മിലാണ്. നമുക്ക് പല രീതിയിലും തയ്യാറാക്കാം. ആൽക്കഹോളിക്കായിട്ടും നോൺ ആൽക്കഹോളിക്കായിട്ടും തയ്യാറാക്കാം. ഓറഞ്ച് ജ്യൂസിലാണെങ്കിൽ മിനിമം ഒരു 2 ദിവസമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. എത്ര വേണമെങ്കിലും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂ വലുതായിട്ടിരിക്കും, അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, പല കളറിൻ്റെ ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ റൈസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്രാൻബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാൻബെറി ഇതുപോലെ നമ്മളുടെ റൈസിൻസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ അതും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്രിക്കോട്ടാണ്. അപ്പോൾ ആപ്രിക്കോട്ട് ഇതുപോലെ ആയിരിക്കും. അപ്പം അതും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമാണ്. കാരണം ആപ്രിക്കോട്ട് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ക്യാൻഡിയാണ്. ഇത് നമ്മളുടെ ഈ ഒരു ഇത്രയും വലിപ്പത്തിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ജിഞ്ചർ ക്യാൻഡിയൊക്കെ കിട്ടുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടണം. കാരണം നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നൽകുന്നത് ജിഞ്ചർ ക്യാൻഡി ഇടുമ്പോഴാണ്. അപ്പം കിട്ടുന്നതും കിട്ടുമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ വേറൊരു ഡാർക്ക് കളറിലെ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് നമുക്ക് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് ഇടാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ സോക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. റമ്മിലും സോക്ക് ചെയ്യാറുണ്ട്, ബ്രാൻഡി സോക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റെഡ് വൈൻ, ഓറഞ്ച് ജ്യൂസിലും സോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആൽക്കഹോളിക്കായിട്ടാണ്. കാരണം നമ്മുടെ കേക്കിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് എന്ന് പറയുന്നത് റമ്മിലും ബ്രാൻഡിയിലൊക്കെ സോക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ പറ്റുന്ന എല്ലാവരും തന്നെ ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം പാടില്ല നമ്മളുടെ ഈ ഒരു സോക്കിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡയറക്റ്റ് കുപ്പിയിലോട്ട് ഇടുന്നില്ല. ഒരു ബൗളിൽ മിക്സ് ചെയ്തിട്ടാണ് കുപ്പിയിലോട്ട് ഇടുന്നത്. കാരണം കുപ്പിയിൽ നമുക്ക് അത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആദ്യം തന്നെ എല്ലാ ഫ്രൂട്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ആപ്രിക്കോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യണ്ടാവും. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ്സും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായാലും ചെറിയൊരു സ്റ്റിക്ക് ഉണ്ടാവും. ഒരുപാട് സോഗിയായ ഡേറ്റ്സ് ഒന്നും എടുക്കരുത്. കുറച്ച് ഹാർഡായ ഡേറ്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനെടുത്ത പ്ലേറ്റിലുണ്ടായ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജിഞ്ചർ ക്യാൻഡിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജിഞ്ചർ ക്യാൻഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഞ്ചി ഷുഗർ സിറപ്പിൽ വിളയിച്ചെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ലൈറ്റ് കളറും ഡാർക്ക് കളറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ കൊണ്ട് നമ്മളെപ്പോഴും നമ്മളെടുക്കുന്ന സ്പൂൺ കൊണ്ടോ തവിയിലോ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ഇത് പൂപ്പലോ അല്ലെങ്കിൽ ഒന്നും തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ. അഥവാ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചാലും ചെറുതായിട്ട് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ മർമലേഡാണ്. ഇത് ഓറഞ്ചിൻ്റെ ജാം പോലെയാണ്. ഇത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. കാരണം ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രത്യേക ഒരു നമ്മളുടെ കേക്കിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ഇനി ഇത് നിങ്ങൾക്കില്ല എങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതും നല്ലതാണ്. അതുപോലെ നാരങ്ങയുടെ തൊലിയും ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ മെർമലേഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടാവും തന്നെ.
അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ 2.5 ടേബിൾ സ്പൂണിൽ നിങ്ങളുടെ ഈ ഒരു അളവ് കൂടുതലാണെങ്കിൽ 2.5 ടേബിൾ സ്പൂണിൽ കൂടുതൽ എടുക്കുക. ഞാനിതിപ്പോൾ എല്ലാ നട്ട്സും എല്ലാം കൂടി ഏകദേശം ഒരു 1 കിലോത്തിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ സ്പൈസസ് ഇട്ടാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. ഇപ്പോൾ ഞാനിട്ടത് ഇഞ്ചിയും ചുക്കും ഏലക്കയും കൂടി പൊടിച്ചതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നട്ട്മഗും കറയാമ്പൂ അതുപോലെ തന്നെ പട്ട, ഇത് 3ഉം കൂടി പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഞാനത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പം എനിക്ക് സെപ്പറേറ്റ് നമുക്ക് കുറേശ്ശെയായിട്ട് സെപ്പറേറ്റ് പൊടിച്ചെടുക്കുമ്പം അത്രയും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 3 കൂടി കൂട്ടി ആദ്യം തന്നെ പൊടിച്ചെടുത്തത്. അപ്പോൾ ആദ്യം എടുത്തത് ജീരകവും അതുപോലെ തന്നെ ചുക്കും കൂടിയുള്ളതാണ്. രണ്ടാമതെടുത്തത് കറയാമ്പൂ അതുപോലെ തന്നെ നട്ട്മഗ്, പിന്നെ നമ്മൾ പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് വീതം എടുത്തിട്ട് 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം ആദ്യം തന്നെ നമ്മളുടെ ബൗളിൽ മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മിക്സ് ചെയ്യുമ്പം അത്രയ്ക്കൊന്നും നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മളെല്ലാ നട്ട്സും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിത് നിറച്ചെടുക്കുന്നില്ല ഏകദേശം, കാരണം ഇത് സോക്ക് ചെയ്യാൻ വെക്കുമ്പം ആ ഒരു റമ്മൊക്കെ ചേരുമ്പം നമ്മളുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്നും കൂടി ഒന്ന് വീർത്ത് വരും. അപ്പം ഇതിൻ്റെ ആ സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ 1/4 ഭാഗത്തോളം മാത്രം നിറക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റമ്മാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് റമ്മോ ബ്രാൻഡിയോ അതുപോലെ തന്നെ റെഡ് വൈനോ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 ദിവസം മാത്രം സോക്ക് ചെയ്താൽ മതി. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് 1 മാസം മുന്നെയാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 1.5 കപ്പോളം റം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് 1.5-2 കപ്പോളം ഇതൊഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചുമ്മാ ഒന്ന് എന്താ പറയുക ഇളക്കി എടുക്കുക. അതായത് ഈ ഒന്ന് കണ്ടോ, ഇപ്പോൾ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം. ഇനി ഈ ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സായി വരും. കണ്ടോ, ഇതുപോലെ ആ ഒരു നമ്മൾ റമ്മ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് എല്ലാ ദിവസവും എന്താ പറയുക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇങ്ങനെ മിക്സ് ചെയ്യാതിരുന്നാൽ അടിയിലുള്ള ഭാഗം മാത്രം സോക്കാവും, മേളിലുള്ളത് സോക്കാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് എടുക്കുമ്പം എപ്പോഴും എന്താ പറയുക സൈഡ് ഭാഗം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മൂടി ഭാഗം ഏതെങ്കിലും ഒരു തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ജലാംശമൊക്കെ പുറത്ത് വന്നാൽ അപ്പോൾ അതുകൊണ്ട് വല്ല പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ 1 മാസമാണ് വെക്കുന്നതെങ്കിൽ ഒരു മിനിമം 10 ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് കുപ്പി ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. കയ്യിൽ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കുപ്പി ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വർഷത്തെ ഒരു ഫ്രൂട്ട് സോക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 മാസം മുന്നെയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, മിനിമം 7 ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യണം. അപ്പം ക്രിസ്മസൊക്കെ വരികയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സോക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഓതൻറ്റിക്കായ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.